അക്കാദമി സ്റ്റാർട്ട് ചെയ്ത് 0 ഫോളോവേഴ്സ് ആയിരുന്നു. പറഞ്ഞാൽ ബിസിനസിനെ പറ്റിയിട്ട് കൂടുതലായിട്ടുള്ള ഒരു എക്സ്പീരിയൻസോ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും പരിചയത്തിലുണ്ടായിരുന്നില്ല. പിന്നെയുള്ളതാണ് ഫണ്ടിങ്. നമ്മളത് ബിസിനസ് വേണ്ടിയിട്ട് ഒരു വലിയൊരു ബൾക്ക് എമൗണ്ട് പ്ലാനും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എങ്ങനെയാണ് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്തതെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം വേണ്ടത് ഒരു ഐഡിയ ആണ്. എസ്പെഷ്യലി മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സിവിൽ ബാക്ക്ഗ്രൗണ്ട് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കറണ്ട് മാർക്കറ്റിൽ ജോബ് കിട്ടുന്നില്ല. അപ്പൊ അതായിരുന്നു നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് ഐഡിയ ആയിരുന്നത്. എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മെന്ററിംഗ് ട്രെയിനിങ് സെക്ഷനും നമുക്ക് സിലബസ് വന്നപ്പോഴും ബ്രോഷേഴ്സും എങ്ങനത്തെ ട്രെയിനിങ് മെറ്റീരിയൽസും സപ്പോർട്ടിംഗ് മെറ്റീരിയൽസ് ആണ് അതിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതല്ലാതെ 1 by 1 പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നു. ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക്കലി ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ നാട്ടിൽ മലയാളം സംസാരിക്കുന്ന കേരളത്തിലുള്ള സ്റ്റുഡൻസും ഫ്രഷേഴ്സിനെയാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കിയിടുന്ന സമയത്ത് കുറെ അധികം സ്ട്രഗിൾസ് ഇങ്ങനെ 1 by 1 വന്നുകൊണ്ടിരിക്കും. അതിനെങ്ങനെയൊക്കെയാണ് റിക്കവർ ചെയ്ത് എങ്ങനെയൊക്കെയാണ് അതിനെ മാനേജ് ചെയ്തെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറയുന്നതായിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്ന് വെച്ചാൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ ഞാൻ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം.